അച്ഛൻ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇത്രയും നല്ല സംസ്കൃതി ഈവൻസിൽ ഓണേഴ്സായിരുന്നിട്ട് പെട്ടെന്ന് അവരോട് ജോലിക്ക് പോകാൻ പറയുമ്പോൾ അവർക്ക് വിഷമാവില്ല അച്ഛാ? കഷ്ടപ്പെടാതെ ഒന്നും തന്നെ കിട്ടില്ല അഭി. അതിൽ കഷ്ടപ്പെടാതെ കിട്ടുന്ന സുഖങ്ങൾക്കൊന്നും ഒരു വിലയുണ്ടാവില്ല. നിന്നെ കാണുമ്പോൾ എനിക്ക് അഭിമാനവും അവരെ കാണുമ്പോൾ എനിക്ക് പരിതാപവുമാണ് തോന്നുന്നത്. അവരും നിന്നെപ്പോലെ ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജീവനോടുള്ളപ്പോൾ തന്നെ അവരങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ എത്ര വിഷമിച്ചാലും അത്ര കഠിനമായിട്ട് ഞാൻ സംസാരിച്ചേ. അച്ഛൻ്റെ ആഗ്രഹം തീർച്ചയായും ഒരു ദിവസം നിറവേറും. അച്ഛൻ ഞങ്ങൾക്ക് അനുഭവങ്ങൾ പകർന്നു തന്നു. ആ പാഠങ്ങൾ മാത്രം മതി ജീവിതത്തിൽ മുന്നേറാൻ. പാഠങ്ങൾ പഠിക്കുന്നത് പരീക്ഷയിൽ ജയിക്കാനാണെന്ന് ചിലർ വിചാരിക്കുന്നു. ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയാണ് ആ പാഠങ്ങളെന്ന് മനസ്സിലാക്കുന്നവർ നിന്നെപ്പോലെ ആയിത്തീരും. ഭാസ്കറും അഖിലും ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അവരോട് ഇത്രയും കർക്കശമായി പെരുമാറാൻ പാടില്ല. അമ്മയ്ക്കത് വല്ലാതെ വേദനിക്കുന്നു. അവർ ജീവിതത്തിൽ വിജയിച്ചില്ലെങ്കിൽ, അവരുടെ ഭാവി ഇരുട്ടിലായാൽ അത് കണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിന്റെ അമ്മയായിരിക്കും അഭി. അങ്ങനെ ഒരു അവസ്ഥ നിന്റെ അമ്മയ്ക്ക് വരാൻ പാടില്ല. ഞാനുള്ളിടത്തോളം അഖിലിനും ഏട്ടനും ഒരു കുറവും വരില്ല അച്ഛാ. അവരുടെ ഭാവി ഇരുട്ടിലാവില്ല. അച്ഛനറിയാതെ വസുന്ധരയും ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തെറ്റാണെങ്കിൽ അത് ക്ഷമിക്കണം അച്ഛാ. സ്വത്തുക്കൾ 3ആയിട്ട് ഭാഗിച്ച് 2 ഭാഗം ഭാസ്കരേട്ടന്റെ മക്കൾക്കും 1 ഭാഗം ജനിക്കാൻ പോകുന്ന അഖിലിന്റെ കുഞ്ഞിനും എഴുതി വെക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ഡോക്യുമെന്റ്സ് റെഡിയായി കഴിഞ്ഞു. എന്തിനാ അഭി അങ്ങനെ ചെയ്തേ? അച്ഛൻ എനിക്ക് സ്നേഹം വാരിക്കൂരി തന്നു. അതിന് ഞാൻ എന്താണ് തിരിച്ചു തരിക? അച്ഛൻ തന്നിടത്തോളം സ്നേഹം എനിക്ക് തരാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഏട്ടനും അഖിലിനും കൊടുക്കാൻ പോവാ. നിനക്ക് എത്രയ്ക്ക് വലിയ മനസ്സാഭി. ഇങ്ങനെയുള്ള നിന്നെയാണ് അവർ തെറ്റിദ്ധരിച്ച് പുറത്താക്കിയത്. ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം അമ്മയോട് പറയണം അച്ഛാ. അമ്മ ഒരുപാട് സന്തോഷിക്കും. അതിന്റെ ആവശ്യമില്ല. എന്നോട് പറഞ്ഞല്ലോ, അത് തന്നെ മതി. അച്ഛൻ പറഞ്ഞ അത് വളരെ നന്നായിരിക്കും. അമ്മയുടെ മനസ്സിൽ എന്തോ ഭയമുള്ളതുപോലെ തോന്നുന്നു. അത് മാറിക്കിട്ടുമല്ലോ. ചില കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല അഭി. നിന്റെ ജ്യേഷ്ഠനും അനിയനും നന്നാവണമെങ്കിൽ ചിലതൊക്കെ മറച്ചു വെക്കണം. എല്ലാ അച്ഛൻ്റെ ഇഷ്ടം പോലെ. സ്വത്തുക്കൾ ഭാസ്കറിന്റെ അഖിലിന്റെ പേരിൽ എഴുതിയാൽ അവരെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയില്ല അഭി. കുട്ടികളുടെ പേരിൽ എഴുതി നീ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുക. അത് വസുന്ധരയുടെ ഐഡിയ ആണ് അച്ഛാ. അവളാണ് എല്ലാം പറഞ്ഞത്. കിടക്കാം അച്ഛാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. അച്ഛനും പോയി കിടന്നോളൂ. അഭി, എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നീ കേൾക്കുമല്ലോ? അച്ഛൻ എന്ത് ചോദിച്ചാലും ഞാൻ തരില്ലേ. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. വസുവിന്റെ മുഖത്ത് സന്തോഷം ഉണ്ടാവണം. വസുവിനെ ഒരിക്കലും വേദനിപ്പിക്കില്ല അഭി. അവൾ എത്ര കഷ്ടങ്ങൾ സഹിച്ചാണ് ഇവിടെ എത്തിയെന്നറിയോ? ആ കഷ്ടങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണം. അവളെ സന്തോഷത്തോടെ ഇരിക്കാൻ നീയാണ് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ഇവരുടെയും വാക്കുകളൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. വസു വളരെ സ്നേഹമുള്ള പെൺകുട്ടിയാ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വസുവിന് നമ്മളല്ലാതെ വേറെ ആരുമില്ല മോനെ. അറിയാച്ചാ. വസുവിന്റെ സന്തോഷമാണ് ഈ വീടിന്റെ സന്തോഷം. എന്താ ശരിയല്ലേ? മുത്തശ്ശ, മുത്തശ്ശി, ഞങ്ങള് റെഡിയായി. വല്യച്ഛ, വല്യമ്മേ, ഞങ്ങള് റെഡി. ചെറിയച്ഛ, ചെറിയമ്മ, ഞങ്ങള് റെഡി. അതെ ഏട്ടാ, ഇന്ന് നമ്മള് ഹാപ്പി ആയിട്ട് പിക്നിക്കിന് പോവാണ്. അവിടെ വെച്ച് പ്ലാനിംഗ് ഒന്നും വേണ്ട. വായടച്ചു വെക്കടി. വസുവിന്റെ അടുത്ത് അത്രയ്ക്ക് അങ്ങ് സ്നേഹം നിനക്ക് ഒഴിവല്ലേ? സ്വത്ത് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാ എല്ലാ ദിവസവും പിക്നിക് തന്നെ. അതുകൊണ്ടല്ലേ ഏട്ടാ, അവിടെ എല്ലാവരും ഉണ്ടാവില്ലേ? ഏട്ടൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് അച്ഛൻ അതെന്തെങ്കിലും അറിയുവാണെങ്കിൽ
മൊത്തത്തിലൊരു പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഞാൻ പറയുന്ന നീ അങ്ങ് അനുസരിച്ചാ മതി. ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവാത്ത രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിക്നിക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോവുക. വീണ്ടും ഹോസ്പിറ്റലിലേക്കോ? എന്തിനാ അഖിൽ? വസു എടുത്തേക്ക് അബോഷനായി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയ്യോ, അത്ര ഉറപ്പിച്ച് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? ഇത്തവണ പ്ലാൻ ചെയ്തത് ഞാനും എന്റെ ഏട്ടനും ആയതുകൊണ്ട്. അപ്പോ ഇത്രയും നാൾക്ക് ശേഷം ഏട്ടൻ അനിയൻ ഇപ്പോഴാണോ ബുദ്ധി പ്രയോഗിച്ചത്? ആ ഇത്തവണ അമ്മയെ കൂടി നമ്മുടെ പ്ലാനിൽ ചേർക്കാം. അത് പാടാ. നിന്റെ അമ്മ ഇത്രയും നാളായിട്ട് നമ്മുടെ സൈഡിലേക്ക് വന്നിട്ടില്ല. ഈ പിക്നിക്കിനെ അവര് വരുമെന്ന് പോലും എനിക്ക് സംശയ. എല്ലാരും ഒരുമിച്ച് പോണം. നീ മാത്രം വരില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? നിങ്ങളൊക്കെ പോയിക്കോളൂ, ഞാൻ വന്നില്ലെങ്കിൽ എന്താ? എല്ലാ പ്രാവശ്യം പോകുന്ന പോലെ ഈ വർഷവും പിക്നിക്കിന് പോകുന്നു. എല്ലാരും ഒരുമിച്ച് പോണമെന്നല്ലേ റൂള്? ഓരോ വർഷവും ഏട്ടനല്ലേ പ്ലാൻ ചെയ്യാറ്. എന്നാൽ ഈ വർഷം അഭിയും വസുവാ പ്ലാൻ ചെയ്തിരിക്കുന്നേ. ആര് പ്ലാൻ ചെയ്താ എന്താ ജയന്തി? എല്ലാരും ഒരുമിച്ച് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്? പ്ലാൻ ചെയ്ത ആൾക്കാരല്ലേ എന്നെ വിളിക്കേണ്ടത്. ഏട്ടനെ വിളിച്ചു, എന്നെ വിളിച്ചോ? ആരും വിളിച്ചില്ല. താൻ അമ്മയെ പോയി വിളിക്കണം വസുന്ധര. അതെന്താ അങ്ങനെ? എല്ലാവരും ഒന്നിച്ചു തന്നെയല്ലേ പോകുന്നേ. ഇനി പ്രത്യേകിച്ച് അമ്മയെ ഞാൻ വിളിക്കണമെന്നുണ്ടോ? വിളിക്കണം. എന്താണെന്ന് വെച്ചാ ഇത്തവണ പിക്നിക് പ്ലാൻ ചെയ്തത് തന്നെ നമ്മളാണ്. എങ്കിലും ഏട്ടൻ തന്നെ വിളിക്ക്. എന്താ, തനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണോ? സ്വത്തെല്ലാം നമ്മുടേതാണെന്ന് അറിഞ്ഞതുകൊണ്ടുള്ള അഹങ്കാരമാണോ? ഏട്ടൻ വീണ്ടും എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കാം. എനിക്ക് സ്വത്തിനോട് ആർത്തിയൊന്നുമില്ല. എനിക്ക് ഒരു അധികാരം വേണമെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. താൻ വിളിച്ചില്ലെങ്കിൽ അമ്മ അങ്ങനെ തന്നെയാ വിചാരിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഇവിടേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒരു തവണയെങ്കിലും താൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ? അതുകൊള്ളാലോ. അമ്മ ദേഷ്യപ്പെട്ടിരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പോയി സംസാരിച്ച പോലും അമ്മ എന്നോട് സംസാരിക്കാറില്ല. എത്ര തവണ പറഞ്ഞ ക്ഷമ ചോദിക്കുന്നേ? അമ്മ നമ്മളോട് ക്ഷമിക്കുന്നത് വരെ. അമ്മ ക്ഷമിക്കാനും മാത്രമുള്ള വലിയ തെറ്റ് നമ്മൾ എന്താ ചെയ്തേ? നമ്മളല്ല, താനാണ് ചെയ്തേ. അമ്മയെ താൻ അവോയ്ഡ് ചെയ്തു. ദയവ് ചെയ്ത് എന്നോട് ആർഗ്യൂ ചെയ്യാതെ അമ്മയെ പോയി വിളിക്കാൻ നോക്ക്. സമയാവുന്നു. വല്യച്ഛനൊന്നും ഞങ്ങളുടെ ടീമിൽ തന്നെ വേണം. ഇല്ല ഉണ്ണി, ടീം ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനും നിന്റെ വല്യമ്മയും ഇളയമ്മയും ഇളയച്ചനും രണ്ട് അമ്മൂമ്മമാരും ഒരു ടീമാണ്. നീയും അനുവും കീർത്തിയും പിന്നെ നിന്റെ അമ്മയും അച്ഛനും മുത്തശ്ശനും ഒരു ടീം. ഏട്ടാ, ഏടത്തി എവിടെ? അവൾ ദേഷ്യപ്പെട്ടിരിക്കുക. മരുമക്കൾ വിളിക്കാത്തതുകൊണ്ട് പിക്നിക്കിന് വരുന്നില്ല എന്ന്. വാ വസു, പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം. വസു, അമ്മ ദേഷ്യപ്പെട്ടാലും നീ തിരിച്ചൊന്നും പറയണ്ട. ഇന്ന് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അതുപോലെ പിക്നിക്കിൽ നീ നിന്നെ തന്നെ ശ്രദ്ധിച്ചോണം. അവരെന്തോ പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. മനസ്സിലായി ചേച്ചി. അമ്മേ, നമുക്ക് പിക്നിക്കിന് പോകാം. എപ്പോ? ഇപ്പൊ തന്നെ അമ്മേ. ഇപ്പൊ പോകുന്നതിന് ഇപ്പോഴാണോ വന്ന് വിളിക്കേണ്ടത്? എപ്പോ വിളിച്ചാലും വരുമെന്ന് കരുതിയോ? എവിടെയോ ആയിരുന്ന നിന്റെ അമ്മാവനെ നേരത്തെ വിളിച്ചു. ഈ വീട്ടിലുണ്ടായിരുന്ന എന്നെ വിളിച്ചില്ല. അത് പിന്നെ അമ്മ,
ഇന്നലെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പിക്നിക്കിന് പോകാന്ന് അഭി വസുവിനോട് പറഞ്ഞായിരുന്നു അത്രേ. കുട്ടികളെ മാത്രം എന്തിനാ, എല്ലാവരും ചേർന്ന് പോവാന്ന് വസുവാ പറഞ്ഞത്. ഓഹോ, ഇത് ഇവളുടെ പ്രോഗ്രാം ആയിരുന്നല്ലേ? എനിക്ക് തോന്നി ഇപ്പൊ ഈ വീട്ടിലെ യജമാനത്തി ഇവളാണല്ലോ. അയ്യോ, ഞാൻ ഇങ്ങനെ ഈ വീട്ടിലെ യജമാനത്തിയാവും? പിന്നെ ഈ വീട്ടിലെ സ്വത്ത് മുഴുവൻ നിന്റേതല്ലേ? അങ്ങനെ ഒരു ഫീൽ എനിക്കായാലും ഏട്ടനായാലും ഇല്ലമ്മേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെന്താ ഒരു മാറ്റം വന്നത്? സ്വത്തിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ രണ്ടുപേർക്കും മിണ്ടാട്ടം ഇല്ലല്ലോ. അമ്മയുടെ മരുമകളായിട്ട് ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാ മതി, അതുപോലെ ചെയ്യാം. എനിക്ക് ഇവിടുത്തെ സ്വത്തിനോട് ഒരു ആർത്തിയും ഇല്ല അമ്മേ. അതിനോട് ഏട്ടനും താല്പര്യമില്ലമ്മേ. നിനക്ക് താല്പര്യമില്ലാതെ അഭി മാത്രമായിട്ട് എന്ത് ചെയ്യാനാ? അഭിക്കിപ്പോ നീ പറയുന്നതാണല്ലോ വേദവാക്യം. അങ്ങനെയല്ല അമ്മേ. ഏട്ടന്റെ തീരുമാനങ്ങൾക്കൊത്ത് ഞാൻ നിൽക്കുന്നതല്ലാതെ ഞാനായിട്ട് ഒരു തീരുമാനം എടുത്ത് ഏട്ടന്റെ വഴി തെറ്റിക്കുന്നില്ല. എന്റെ അടുത്ത് ഇത്ര ലേറ്റ് ആവുന്നത്? എഴുത്തി വരുന്നോ ഇല്ലയോ? ഇവൾ എനിക്ക് ഓർഡർ ഇട്ട സ്ഥിതിക്ക് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാനും അതേ പേടിയില ഈ ട്രിപ്പിലേക്ക് വരുന്നത് എടുത്തി. അഥവാ പോയില്ലെങ്കിൽ എന്നോട് ഇവൾക്ക് ദേഷ്യം തോന്നി എന്തെങ്കിലും പറയുമെന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും പേടിച്ചാ ഞാൻ വരുന്നേ. അച്ഛാ, സമയമായിക്കൊണ്ടിരിക്കുന്നു. ജയന്തി, സമയാവുന്നു, പെട്ടെന്ന് വാ എല്ലാരും. വരൂ അമ്മ, പോവാം. വായെടുത്തി, ഏട്ടനും വിളിക്കുന്നുണ്ടല്ലോ, വന്നേ. വസു, വാ. നദിയേ കളകള മളകര കാണാ കാറ്റിൽ കുറുക കിളികുല കൂത്താടും വഴിയേ തൂവൽ പാലം തേടിപ്പോവാ മൊഴിയേ മഴമുകിൽ ചിമിഴുമായി മാനം നീളെ പൊഴിയാ വെയിലിലും മക്കളെ, നിക്ക്. അങ്ങനെ മുമ്പേ ഓടരുത്, എങ്ങോട്ടും പോവാനും പാടില്ല. എന്താ മുത്തശ്ശി പറയുന്നത്? എല്ലാവരും ഇവിടെ കളിക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്? എൻജോയ് ചെയ്യാനല്ലേ മുത്തശ്ശ ഇങ്ങോട്ട് വന്നത്? ഇവിടെ തന്നെ നിങ്ങക്ക് എങ്ങും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ എങ്ങനാ? സന്തോഷമായിട്ട് കളിക്കാൻ തന്നെയാ വന്നിരിക്കുന്നേ. എന്നാൽ നിങ്ങൾ ചെറിയ കുട്ടികളാ, മുതിർന്നവരുടെ കൂടെ അല്ലാതെ എങ്ങോട്ടും പോകാൻ പാടില്ല. മോളെ ഭാവനെ, കുട്ടികളെ നോക്കേണ്ട ചുമതല നിനക്കാ. ശരി. കുട്ടികളെ നോക്കാനൊക്കെ ഞാനിവിടെ ഉണ്ടല്ലോ അച്ഛാ. നീയും കാർത്തികയും ഇപ്പൊ ഗർഭിണിയായിരിക്കല്ലേ, അപ്പൊ നിങ്ങളും കുട്ടികൾക്ക് സമം തന്നെയാ. അഭി, വസുവിനെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. അഖിൽ, കാർത്തിക നിന്റെ നോട്ടത്തിലാ. ശരി അച്ഛാ. ഹാപ്പിയായിട്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ വന്നേ. അപ്പൊ എല്ലാവരും കുട്ടികൾ തന്നെയാ. എല്ലാരും ഒരുപോലെ എൻജോയ് ചെയ്യണം. ഇല്ല അഭി, ഞാനും നിന്റെ അമ്മയും ഇപ്പോ വലിയവരായി കഴിഞ്ഞില്ലേ. നമ്മളിപ്പോ വലിയ ആൾക്കാരൊന്നും അല്ലേ ഏട്ടാ. നമ്മളെക്കാൾ വലിയവരിവിടെ ഉണ്ട്. അവരുടെയൊക്കെ മുമ്പില് നമ്മളാരും ഒന്നും അല്ല. വീട്ടിലെ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവരണ്ട, സന്തോഷമായിട്ടിരിക്കുക. എന്റെ മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പിന്നെ എവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വരാൻ പറഞ്ഞത് കൊണ്ട് വന്നു. നിങ്ങൾ തിരിച്ചു പോകുമ്പോ കൂടെ ഞാനും ഉണ്ടാവും.
അതിനപ്പുറം എന്നെ ആവശ്യമില്ലാതെ ശല്യം ചെയ്യരുത്. ആ, നിങ്ങളുടെ അമ്മയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും കുട്ടികളുമായി ചേർന്ന് എൻജോയ് ചെയ്യ്. ചെല്ലുമക്കളെ, പോയി കളിക്ക്. ഏട്ടാ, ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, കുട്ടികളുടെ കൂടെ കൂടി ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ. നീ എങ്ങനെയാടി ചെറിയ കുട്ടിയാവുന്നേ? നിന്റെ വയസ്സ് നീ തന്നെ അങ്ങ് മറന്നോ? ഏട്ടൻ എന്താ കരുതിയിരിക്കുന്നേ? എനിക്ക് ഞാൻ എന്ത് പ്രായമായെന്നാ? എനിക്ക് വീണ്ടും ഒരു കല്യാണം കഴിപ്പിച്ച് തരാതെ എന്നെ എന്തൊക്കെയാ പറയുന്നേ? ഇയാൾ എന്റെ ഏട്ടനെ അല്ല, എന്റെ ആജന്മ ശത്രുവാ. എങ്ങോട്ടായി പോകുന്നേ? ഞാൻ എവിടെ പോയാലെന്താ? എന്റെ ഏട്ടൻ സമ്മതിച്ചാലില്ലെങ്കിലും ഞാൻ കൊച്ചുകുട്ടി തന്നെയാ. ഞാനും കളിക്കാൻ പോവാ. എന്ത് കളിക്കാൻ പോവാണെന്നോ? വന്ന കാര്യം എന്തിനാണെന്ന് മറന്നുപോയോ? നീക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നേ? എന്റെ ഏട്ടനാണെങ്കിൽ പ്രായം മറന്നോന്ന് ചോദിക്കുന്നു, നീ ആണെങ്കിൽ ചെയ്യേണ്ട ജോലി മറന്നോന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ എന്തിനാ ജനിച്ചത്? മേലോട്ട് എടുക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇനി നീ എന്നെ തടഞ്ഞാലുണ്ടല്ലോ, നോക്കിക്കോ. ആ, ആന്റിക്ക് ഇത് എന്തു പറ്റി? എന്തോ ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നേ? ഇല്ലടാ, ഭ്രാന്ത് മൂത്തതാന്നാ തോന്നേ. പോയി ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഓർമ്മിപ്പിക്കണം. നിങ്ങൾ വാ. ചേട്ടാ, നമുക്ക് അതില് പോയാലോ? ഫസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് സ്വിം ചെയ്യാം. പിന്നെ എന്താ ചെയ്യാ? ഗെയിംസ് ഒക്കെ പിന്നീട് മതി. ഒന്നാമത്തെ കാര്യം, അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നില്ല, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുക. അതെ, ഞാനും അത് കണ്ടു. അവരെ എങ്ങനെ ഇരുന്നാലും നമുക്കെന്താ? നമുക്ക് ഗെയിംസ് കളിക്കാം. അമ്മയും അച്ഛനും തമ്മിൽ സംസാരിക്കാതെ നമുക്കെങ്ങനെ ഹാപ്പി ആയിട്ട് കളിക്കാൻ പറ്റും? ഉണ്ണി, അനു, കീർത്തി, നമുക്ക് എന്ത് ഗെയിമാ കളിക്കണ്ടേ? അച്ഛാ, അച്ഛനും അമ്മയും മിണ്ടത്തില്ലേ? ആരാ പറഞ്ഞത്? ഏട്ടനും കീർത്തിയും പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാ അച്ഛൻ അമ്മയോട് സംസാരിക്കാതിരിക്കുന്നേ അച്ഛാ? അങ്ങനെയൊന്നുമില്ല ഉണ്ണി. വാ, നമുക്ക് കളിക്കാം, വാ. അച്ഛൻ ഇപ്പൊ പറഞ്ഞത് കള്ളമല്ലേ? എനിക്ക് കള്ളമൊന്നും പറയാൻ അറിയില്ലേട്ടാ. ചിരി വരാത്തപ്പോ ചിരിക്കുന്നത് പോലെ അഭിനയിക്കാനും അറിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നില്ലേ? പിന്നെ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഞാൻ വീട്ടിലിരിക്കാന്നല്ലേ പറഞ്ഞത്. ഏട്ടനല്ലേ എന്നെ നിർബന്ധിച്ചത്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം ജയന്തി? ഏട്ടനാ എന്റെ പ്രശ്നം. നിങ്ങൾ നാട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു. വന്നിട്ട് എന്ത് കാര്യം ചെയ്തേ? സ്വത്തിന്റെ കാര്യത്തെ പറ്റി അബിയോടും വസുവിനോടും പറഞ്ഞോ? ഭാഗം വെക്കുന്നതിനെ പറ്റി ചോദിച്ചോ? എന്താ ഈ പറയുന്ന ജയന്തി? നീ ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ എന്റെ 2 മക്കളെ പറ്റിയാ സംസാരിച്ചോണ്ടിരിക്കുന്നേ. സ്വത്തൊന്നും ഇല്ലാതെ അവരെങ്ങനെ ജീവിക്കും? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കണം. പ്രായമായില്ലേ, വിദ്യാഭ്യാസമില്ലേ, ഇതിന്റെ മേലെ എന്താ വേണ്ടത്? കാശില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജോലി ചെയ്ത പണം തനിയെ വരും ജയന്തി. ദയവ് ചെയ്ത് അവരെ മടിയന്മാരാക്കി കളയരുത് നീ. അങ്ങനെയൊന്നും അല്ലേട്ടാ. ആദ്യം നിങ്ങൾ അബിയോട് പോയി സംസാരിക്ക്. എന്താ കാര്യം പറയുന്നില്ല. ഒരു കാരണമില്ലാതെ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അമ്മ വിഷമിക്കാനുള്ള കാരണം ഞാനാണെന്നാ ഏട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നെ. എന്താ ഇപ്പൊ ചെയ്യാ? എന്തായിരുന്നാലും അത് നീ ചെയ്തേ പറ്റൂ വസു.
നമ്മുടെ കുടുംബം നന്നാക്കേണ്ട കടമ നമ്മുടേതാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആ നീ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനൊന്നും പറഞ്ഞില്ല ചേച്ചി. പക്ഷെ ഏട്ടൻ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുക. എല്ലാത്തിനും ഏട്ടൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്വത്തിനോട് എനിക്ക് ആർത്തി ഉണ്ടെന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. എന്റെ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എല്ലാരും പറയും. പക്ഷെ ഓരോ നിമിഷവും ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക ചേച്ചി. ചേച്ചി അല്ലാതെ ഇവിടെ മറ്റാരും എന്നെ മനസ്സിലാക്കുന്നില്ല. അമ്മ മിണ്ടാതിരിക്കുന്നത് ഒരു വശത്തും ഏട്ടൻ മിണ്ടാതിരിക്കുന്നത് മറ്റൊരു വശത്തും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയം മറ്റൊരു പ്രശ്നമായിട്ട് കിടക്കുന്നു. ആകെ വിഷമത്തില ചേച്ചി. എനിക്ക് മനസ്സിലാകും വസു. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ധൈര്യമായിട്ടിരിക്കേണ്ടത്. ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. വിഷമിച്ചൊരിടത്ത് മിണ്ടാതിരുന്നാൽ ഇതൊന്നും തരണം ചെയ്യാൻ പറ്റില്ല. ധൈര്യം സംഭരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആലോചിച്ചു നോക്ക്.